ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനങ്ങളൊക്കെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ട് ബോണറ്റ് നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. കാരണം ഇങ്ങനെ ബോണറ്റ് ഒരു ചെറിയ ചെരിവോട് കൂടിയാണ് താഴ്ഭാഗത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് സ്വിഫ്റ്റ് അല്ലെങ്കിൽ ചെറിയ ഏത് വണ്ടി എടുത്ത് നോക്കിയാലും നമുക്ക് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് ബോണറ്റ് കാണാനായിട്ട് കഴിയത്തില്ല. എന്നാൽ SUV സെഗ്മെന്റിൽ പെടുന്ന വണ്ടി അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റിൽ പെടുന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ബോണറ്റ് ഇങ്ങനെ നേരെ ഉള്ളത് കൊണ്ട് തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന് കണ്ട് ബോണറ്റ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ പലരുടെ ഒരു പ്രശ്നമാണ് ബോണറ്റിന്റെ ഇടത് സൈഡ്. പല ആൾക്കാർക്കും അറിയത്തില്ല. കാരണം ബോണറ്റിന്റെ ഇടത് സൈഡ് വണ്ടി ഓടിക്കുന്ന സമയത്ത് സൈഡ് തട്ടുമോ എന്നുള്ളൊരു പേടി പലർക്കും വരാറുണ്ട്. അതുപോലെ ഇടത് സൈഡിലെ ടയർ, വലത് സൈഡിലെ ടയർ, അതുപോലെ വണ്ടിയുടെ ബാക്കിലെ 2 ടയർ, ഇത് പല ആൾക്കാർക്കും പ്രശ്നമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വണ്ടി ഓടിക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട ട്യൂട്ടോറിയലാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതിയിടുക. അതുപോലെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇതുപോലെ ചെയ്തിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാനായിട്ടുള്ള ചില ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം. അതായത് നമ്മുടെ വാഹനത്തിന്റെ ഇടത് സൈഡിലെ ടയർ എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് നമ്മുടെ വണ്ടിയുടെ ഈ A പില്ലർ ഉണ്ടല്ലോ, ഈ A പില്ലറിന്റെ തൊട്ട് അടിഭാഗത്തായിട്ടാണ് നമ്മുടെ വണ്ടിയുടെ ഇടത് സൈഡിലെ ടയർ ഉള്ളത്. ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ഇടത് സൈഡിലെ ടയർ കൃത്യമായിട്ട് ഇതുണ്ടോ ഈ വൈറ്റ് ലൈനോട് ചേർന്നാണ് പോകുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയുടെ ഈ A പില്ലർ നോക്കുക. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ മിററിൻ്റെ ഒരു നീളം കണ്ടോ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്, അത് നമ്മൾ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യണം. കാരണം നമ്മൾ ഇത്രയും ചേർന്ന് ഓടിക്കുന്ന സമയത്ത് ഈ റോഡിൻ്റെ സൈഡിൽ ആരെങ്കിലും നടന്നു പോയി കഴിഞ്ഞാൽ ഈ മിറർ ആളുടെ കയ്യെ തട്ടും. അത് നിങ്ങൾ ഓർക്കുക. അങ്ങനെ ഇടത് സൈഡ് മനസ്സിലാക്കുക. ഇനി വലത് സൈഡ് ടയർ എങ്ങനെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഈ A പില്ലർ കണ്ടോ, ഈ A പില്ലറിനോട് ചേർന്ന് ഇതിൻ്റെ തൊട്ട് അടിഭാഗത്തായിട്ടാണ് നമ്മുടെ വണ്ടിയുടെ വലത് സൈഡിലെ ടയർ വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാനിതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാണ്. എന്നിട്ട് ഞാനൊരു കുറച്ച് ഗ്യാപ്പ് ഈ സൈഡിലേക്ക് ഇടുന്നു. ഗ്യാപ്പ് ഇടുന്ന സമയത്ത് ഈ വെള്ള വരാന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഏരിയയിലായിരിക്കും നമുക്ക് കാണുന്നത്. അപ്പം നമ്മൾ റോഡുമായിട്ട് ഒരുപാട് ചേർന്നുമല്ല, എന്നാൽ ചെറിയ ഗ്യാപ്പ് ഇട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് വണ്ടിയുടെ ഇടത് സൈഡ് നമുക്ക് മനസ്സിലാക്കാം, ടയറും ഇടത് സൈഡിലെ ബോണറ്റിൻ്റെ എൻഡ് മനസ്സിലാക്കാം. കണ്ടോ? അപ്പോൾ ഇങ്ങനെ വന്നിരുന്ന സമയത്തുണ്ട് ഇപ്പം എതിരെ വരുന്ന വണ്ടി ഇതുകൊണ്ട് ഈ പില്ലറിന് വെളിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുക, ഈ പില്ലറിന് വെളിയിലാണ് എതിരെ വരുന്ന വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സേഫാണ്. അത് നമ്മുടെ നോട്ടം കൊണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും. ഇനി അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് തട്ടുമോ എന്നുള്ളൊരു പേടി, അല്ലെങ്കിൽ വലത് സൈഡിൽ നിന്ന് വരുന്ന വണ്ടി നമ്മളെ തട്ടുമോ എന്നുള്ളൊരു പേടി കൂടുതലും വരുന്നത് ഇതുപോലെ വളവുകളിലാണ്. അപ്പോൾ വളവുകൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, പരമാവധി ലെഫ്റ്റിലേക്ക് ചേർത്തിരിക്കണം. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ഏകദേശം ഈ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ ഭാഗവും ആ ലൈൻസും വരുന്ന ഒരു ലെവലിൽ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ചെറിയ ഗ്യാപ്പ് ഇടും, എന്നാൽ വണ്ടി നമ്മൾ പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്നുമായിരിക്കും ഡ്രൈവ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും. ഇനി അതുപോലെ വണ്ടിയുടെ ബാക്കിലെ ടയർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ബാക്കിലെ ടയർ മനസ്സിലാക്കാനായിട്ട് റൈറ്റ് സൈഡിലെ മിറർ, ലെഫ്റ്റ് സൈഡിലെ മിറർ, വണ്ടിയുടെ ബാക്കിലെ സെക്കൻഡ് റോ സീറ്റിലെ ഡോർ ഹാൻഡിൽ കാണാവുന്ന പരുവത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ആ ഡോർ ഹാൻഡിലിൻ്റെ തൊട്ടടിയിലാണ് നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ ടയർ വരുന്നത്. അപ്പം നമുക്ക് വണ്ടിയുടെ ബാക്കിലെ ടയർ എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും. എന്നിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇടത് തട്ടാതിരിക്കാനും വലത് സൈഡ് ജഡ്ജ് ചെയ്യാനും വണ്ടിയുടെ ബാക്കിലെ നീളവും ടയറും മനസ്സിലാക്കാനായിട്ടുള്ള ട്രിക്ക് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു വാഹനമുണ്ട്. ഈ വണ്ടിയുമായിട്ട് ഞാൻ അടുത്ത് വന്നിട്ടല്ല തിരിഞ്ഞു, കുറച്ച് നേരത്തെ മുന്നമേ തന്നെ ഞാൻ എന്ത് ചെയ്തു, റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഒട്ടുമിക്ക ആൾക്കാരും തന്നെ മുന്നിലൊരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയുടെ അടുത്ത് ചെന്നിട്ടാണ് തിരിയുന്നത്. നമ്മളൊരു മുന്നിലുള്ള ഒരു വണ്ടിയെ നമ്മൾ ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇതുണ്ടോ റൈറ്റ് സൈഡിലേക്ക് വന്ന് നമ്മളൊന്ന് മാറി വീണ്ടും നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരിക. ഇങ്ങനെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്, അല്ലാതെ അടുത്ത് വന്നിട്ടല്ല തിരിയേണ്ടത്. അതുപോലെ തന്നെ ഓരോ വളവെടുക്കുന്ന സമയത്തും എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ടും ഏകദേശം ഇതുകൊണ്ട് ഈ ഒരു ലെവൽ വെച്ച് വളവെടുക്കുക. അതായത് ഇവിടുത്തെ ലെഫ്റ്റ് ലൈനും ഈ ലെവലും വെച്ചിട്ടാണ് ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ ചേർത്താണ് ഓടിക്കുന്നതെങ്കിൽ എനിക്ക് ഈ വളവ് കൃത്യമായിട്ട് ചേർന്ന് വരാൻ കഴിയും. എൻ്റെ വണ്ടിയുടെ ബാക്കിലെ ടയർ ഈ വളവെടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഈ വൈറ്റ് ലൈനിൻ്റെ പുറത്ത് പോകത്തില്ല. അങ്ങനെ പോകുന്ന സമയത്താണ് പലർക്കും നമ്മുടെ വണ്ടി കുഴി ചാടും എന്നുള്ളൊരു പേടി വരുന്നത്. ഇപ്പോൾ കൊണ്ട് പുറകിൽ നിന്നൊരു വണ്ടി വന്നു, അപ്പം ഞാൻ എന്ത് ചെയ്തു, പരമാവധി കൊണ്ട് ലെഫ്റ്റിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഈ സെൻട്രൽ ലൈനും ഈ ലെഫ്റ്റ് ലൈനും
ഒരേ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്യാപ്പ് ഇട്ടാണ് വരുന്നത്. ഒരു കാരണവശാലും എൻ്റെ വണ്ടി അവിടെ കയറുന്നില്ല. അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന ഒരു വാഹനത്തെ കയറ്റി വിടാനായിട്ട് നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഇനി ഇവിടെ ഒരു വളവെടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബാക്ക് വെളിയിൽ പോകുന്ന പലർക്കും പേടി. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഈ മെത്തേഡ് വെച്ചിട്ട് തന്നെ ഇതുകൊണ്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്ത് ഡ്രൈവ് ചെയ്യുക. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കുക, ഇതുകൊണ്ടോ ഇപ്പോഴും എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് ഭാഗം പോയിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇതുകൊണ്ട് ഇവിടെ ഒരു വണ്ടി നിർത്തിയേക്കാണ്. അപ്പോൾ ഞാൻ ഈ വണ്ടിയായിട്ട് ഇതുകൊണ്ട് നേരത്തെ തന്നെ ഗ്യാപ്പ് ഇട്ടു. ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ നിന്ന് ഒരു ആള് ഡോറ് തുറന്ന് ഇറങ്ങിയാൽ പോലും ആളെ നമ്മുടെ വാഹനം ഒരു കാരണവശാലും തട്ടത്തില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഒരു നിശ്ചിത ഗ്യാപ്പ് ഇട്ടതുകൊണ്ടോ ഇവിടെ തന്നെ സ്പേസ് കൊടുക്കുകയാണ്. ഇതുകൊണ്ട് ഇതിന് വെളിയിലാണ് ഇടത് സൈഡിലുള്ള വണ്ടികളുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ വണ്ടി ഇടത് സൈഡിലുള്ള വണ്ടിയെ തട്ടത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ഗ്യാപ്പുകൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രണ്ട് ബോണറ്റിൻ്റെ നീളം നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുന്നത്? പ്രധാനമായിട്ടും നിങ്ങളുടെ വണ്ടി ഇപ്പം നമ്മൾ ഒരു ട്രാഫിക്കിൽ ഓടിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഫ്രണ്ട് ബോണറ്റിന്റെ നീളം നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കേണ്ട സിറ്റുവേഷൻ വരും. അതായത് മുന്നിലുള്ള ഒരു വണ്ടിയുമായിട്ട് നമ്മൾ ഇടേണ്ട ഒരു സ്പേസ് മനസ്സിലാക്കാനായിട്ടാണ് ഫ്രണ്ടിന്റെ ബോണറ്റിന്റെ നീളം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾ സിമ്പിളായിട്ട് ജഡ്ജ് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഞാൻ നിങ്ങളെ ഇവിടെ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഇവിടെ ഒരു വാഹനം കിടപ്പുണ്ട്. ആ വണ്ടിയുടെ തൊട്ട് പുറകിലായിട്ട് എൻ്റെ വണ്ടി ഞാനൊന്ന് നിർത്തിയതിന് ശേഷം എങ്ങനെയാണ് ബോണറ്റിന്റെ നീളം മനസ്സിലാക്കേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാനിവിടെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് എൻ്റെ വാഹനം ഈ ഒരു സൈഡിലേക്ക് വരികയാണ്. ഞാൻ ഇങ്ങോട്ട് പരമാവധി ലെഫ്റ്റ് വന്ന് ചേർത്തിട്ട് റൈറ്റ് സൈഡിലേക്ക് പിടിച്ചിട്ട് ഇത് നോക്കിയേ, ഇവിടെ മുന്നിൽ കിടക്കുന്ന വാഹനമായിട്ട് ഞാനൊരു ഗ്യാപ്പ് ഇടാനായിട്ട് പോവാണ്. ഇപ്പോൾ എനിക്ക് ആ ഗ്യാപ്പ് മനസ്സിലാകാനായിട്ട് ഇപ്പം നിങ്ങൾ നോക്കി, ഞാൻ പരമാവധി അടുപ്പിച്ച് നിർത്തി നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഇതുകൊണ്ട് എൻ്റെ വണ്ടി പരമാവധി മുന്നിലുള്ള വണ്ടിയായിട്ട് അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അടുത്താണ് നിൽക്കുന്നതെന്ന് എനിക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ ഞാൻ ജഡ്ജ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും സിമ്പിളാണ്. അതായത് ഈ വൈപ്പർ ലൈൻ കണ്ടോ, ഈ വൈപ്പർ ലൈനും മുന്നിൽ കിടക്കുന്ന വണ്ടിയുടെ അടിഭാഗം കണ്ടോ, അടിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തകിടൊക്കെ തീരുന്ന ഒരു ഏരിയ, അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് ഒക്കെ നമുക്ക് കാണാവുന്ന ഒരു ഏരിയ, ഈ ലെവലിലാണ് നമ്മൾ വണ്ടിയായിട്ട് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ വണ്ടി ഒരു കാരണവശാലും മുന്നിലുള്ള വണ്ടിയെ തട്ടത്തില്ല. ബോണറ്റിൻ്റെ നീളമാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്കവിടെ ചെറിയൊരു ഗ്യാപ്പും ഉണ്ടാവും, ഒരാൾക്കൊന്ന് കയറി ഇറങ്ങി നിൽക്കാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവും. നമുക്ക് ഒരു വാഹനമൊക്കെ നമ്മൾ പാർക്ക് ചെയ്തിടുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ഭിത്തിയോടൊക്കെ ചേർത്തിടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അളവിൽ നമുക്ക് അടയാളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വണ്ടി പാർക്ക് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഡ്രൈവിങ്ങിൽ ഐഡിയ ആണ്. എന്നാലും ഞാൻ അതിനൊരു മാർക്കിംഗ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. അപ്പം നമുക്കൊരു നിശ്ചിത ഗ്യാപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ റിവേഴ്സ് ഗിയർ കൊടുത്തു, പതിയെ എൻ്റെ വണ്ടി ബാക്കിലേക്ക് ഇറക്കാണ്. നിശ്ചിത ഗ്യാപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടിയുടെ ടയർ എൻ്റെ കണ്ണിൽ നിന്ന് നോക്കുന്ന സമയത്ത്, അതായത് എൻ്റെ നോട്ടത്തിൽ ഇപ്പോൾ കാണുന്നത് ആ ടയറിൻ്റെ അടിഭാഗം മാത്രമേ എനിക്ക് കാണാനായിട്ട് കഴിയത്തുള്ളൂ. ഇടയിലുള്ള റോഡ് കാണാൻ കഴിയുന്നില്ല. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ക്യാമറയിലൂടെ അത് കാണാം. പക്ഷേ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് ആ ടയറിൻ്റെ അടിഭാഗം നിങ്ങൾക്ക് കാണാവുന്ന ഒരു പരുവത്തിനാണ് നിങ്ങൾ വണ്ടി നിർത്തിയേക്കുന്നത്. റോഡ് കാണത്തില്ല. ഈ ലൈൻസ് വെച്ച് നിങ്ങൾക്ക് കാണാവുന്ന പരുവത്തിനാണെങ്കിൽ നിങ്ങളൊരു നല്ല ഗ്യാപ്പ് ഇട്ടാണ് വണ്ടി നിർത്തിയേക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഇവിടുന്ന് വണ്ടി ഇപ്പം പുറത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിലും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക. പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് ഇതുണ്ട് ഇടത് സൈഡിലേക്ക് ഒടിച്ചു കൊടുക്കുക. ഹാഫ് ക്ലച്ച് പോയിന്റ് വരുന്നു. ഞാനിത് ബാക്ക് സൈഡ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വാഹനം ഇതുണ്ട് പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതുണ്ട് ഒരു കാരണവശാലും ഈ വണ്ടി എനിക്ക് തട്ടത്തില്ല. തട്ടാതെ തന്നെ എൻ്റെ വാഹനം എനിക്ക് മുന്നോട്ടെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വണ്ടിയുടെ എല്ലാ ഏരിയയും നിങ്ങൾ ജഡ്ജ് ചെയ്യാനായിട്ട് ഡ്രൈവിങ്ങിൽ പഠിക്കണം. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ടത് നമുക്കിത് ആദ്യം ലഭിക്കത്തില്ല. കാരണം നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് പരിചയമില്ല. അപ്പോൾ ആ പരിചയമൊക്കെ ആകണം. ഓരോ വാഹനവുമായിട്ട് നിങ്ങൾ ചേരണം. വണ്ടിയുടെ നീളവും വീതിയും ഒക്കെ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെ ഒരു ആൾട്ടോയിലൊക്കെ പഠിച്ചതിന് ശേഷം ഒരു സ്വിഫ്റ്റിലേക്കൊക്കെ കയറും വണ്ടി ഇങ്ങനെ പൊതിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പം തന്നെ നമുക്ക് പുറമേ ഉള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വരും. അത് ഏതൊരു ഡ്രൈവറിനും വരുന്ന ഒരു കാര്യമാണ്. അതിനെ നിങ്ങൾ ആദ്യം ഒരു വലിയ പ്രശ്നമായിട്ട് കാണാതെ നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് എടുക്കുക. ഈ ഒരു പ്രശ്നം സിമ്പിളായിട്ട് പരിഹരിക്കാനായിട്ട് കഴിയും. ഇതിനെയൊക്കെ ഡ്രൈവിങ്ങിൽ ഒരു വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ കാണാതെ അതൊരു ജസ്റ്റ് ഒരു സാഹചര്യമായിട്ട് മാത്രം അതിനെ കാണുക. ആ സാഹചര്യത്തെ നിങ്ങൾ ഓവർകം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡ്രൈവിങ്ങിലെല്ലാം പ്രശ്നങ്ങളല്ല, ഡ്രൈവിങ്ങിൽ വരുന്നതെല്ലാം തന്നെ സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങളെ ഓവർകം ചെയ്യുക. അതൊരു പ്രശ്നമായിട്ട് ഡ്രൈവിങ്ങിൽ നിങ്ങൾ ഓടിച്ചു പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് പ്രശ്നം, റൈറ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് പ്രശ്നം, സ്റ്റിയറിംഗ് പ്രശ്നമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം പ്രശ്നമാണ്. അപ്പോൾ അതിനെ പ്രശ്നമായിട്ട് കാണാതെ അതൊരു സാഹചര്യമാണ്. ആ സിറ്റുവേഷനെ ഓവർകം ചെയ്യാനായിട്ട് പ്രാക്ടീസ് എടുത്താൽ മതി. ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ മാറ്റിയെടുക്കാനായിട്ട് സിമ്പിളായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.